ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ളവർ എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതോടൊപ്പമുണ്ട്. അന്ന് LDF ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഇതിലുണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയിൽ അന്ന് മുതൽ നേതൃത്വം നൽകിയവരും ഇപ്പമുണ്ട്. മാറ്റം ഉണ്ടായത് സമൂഹത്തോട് മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് ഈ മാറ്റം. അതുകൊണ്ട് തീർച്ചയായും മാറ്റം ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഈ പ്രക്രിയ കാണിക്കുന്നത്. തീർച്ചയായും മാറ്റം ഉണ്ടാവും. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണോ? അതിൽ സംശയമില്ല. പ്രചാരണ പരിപാടികളൊക്കെ തുടക്കം കുറിക്കും. ഏതൊക്കെ കാര്യങ്ങൾ മണ്ഡലത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുമെന്ന് കരുതുന്നത്? ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ രാഷ്ട്രീയ ചർച്ചയിലാണ് പത്രമാധ്യമങ്ങളും ഇവിടുത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലും പോകുന്നത്. പക്ഷേ അതിനേക്കാൾ അല്പം ഉയർന്ന് ദേശീയ തലത്തിൽ ഇടുക്കി ജില്ലയിലും ഈ പ്രദേശത്തുമുള്ള സങ്കീർണതയുള്ള പ്രശ്നങ്ങൾ, ദീർഘകാലമായി പരിഹാരം കാണാതെ കിടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റം. അപ്പോൾ ചർച്ചകൾ രാഷ്ട്രീയമായി ആ നിലയിലേക്ക് ഉയരണം. ഇപ്പം റോഡാകട്ടെ, വന്യജീവികളുടെ പ്രശ്നമാകട്ടെ, തോട്ടം തൊഴിലാളികളുടെ പാർപ്പിടവും അവരുടെ താമസ സൗകര്യവും ആകട്ടെ, സാധാരണക്കാരുടെ ആദിവാസി മേഖലയാണേലും തോട്ടം മേഖലയാണേലും മറ്റ് വീടുകളില്ലാത്തവരുടെ ആണേലും ഒരു 50,000 വീടെങ്കിലും അത്യാവശ്യമായി പ്രദേശത്ത് എത്തിക്കേണ്ടതുണ്ട്. ജാതി സർട്ടിഫിക്കറ്റ് പ്രശ്നം വലിയ പ്രശ്നമാണ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ പ്രശ്നം അത് ഈ 5 വർഷം കൊണ്ട് ഉടലെടുത്ത പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഇത്. ഏത് മുന്നണി വന്നാലും കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ച് പരാമർശം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇനി എന്തു വന്നാലും ദേശീയ തലത്തിൽ സഹായമുള്ള ഒരു ഭരണമുണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടനീളം പരിഹരിക്കാനാവുക. അതുകൊണ്ട് കേരളത്തിൽ ഇടുക്കിയിൽ വളരെ പ്രധാനമാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ. മോഡിയുടെ സർക്കാരിൻ്റെ ഒട്ടനവധി പദ്ധതികൾ ചെറുപ്പക്കാർക്കും പ്രദേശത്തിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും തോട്ടം മേഖലയിലും ആദിവാസി മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിന് ഉപകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അത്തരത്തിലേക്കാണ് ചർച്ച വരേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ഇടത് വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ത്രികോണ മത്സരം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാമോ? ഇത്രയും കാലം വോട്ട് ചെയ്തവർ വേണ്ടേ വോട്ട് ചെയ്യാൻ? അപ്പം അതിന് ഇടതെന്നോ വലതെന്നോ ഒന്നും കാണേണ്ട കാര്യമില്ല. വിജയിക്കുവാൻ വോട്ട് ചെയ്യേണ്ടവരെല്ലാം വോട്ട് ചെയ്യണം. ആ വിജയം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ആർക്കെങ്കിലും അല്ലെ BJPക്ക് മാത്രമുള്ളതല്ല. ഈ സമൂഹത്തിനെ ഇന്ന് അനുഭവിക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വോട്ടാണ്. അതൊരു വിജയ വോട്ടാണ് എന്ന് കണക്കാക്കുന്നതിനേക്കാൾ ഉപരി ആവശ്യമാണ്, അത്യാവശ്യമാണ്, പരിഹാരം കാണേണ്ടതാണ്.